Okay, we studied that the district Ladakh of Jammu and Kashmir has banned plastic by law itself. So what happened since 1998, they are not using any plastic items, so we cannot see any plastic. We are not allowed to take any plastic materials to the Ladakh district, and we cannot see any piece of plastic there. But in many other places also they have banned like this way, but not so strictly. So they have not successfully banned that. Means ലഡാക്കിൽ കംപ്ലീറ്റ് സക്സസ്ഫുൾ ആയി ആ നിയമം. പക്ഷേ പല സ്ഥലങ്ങളിലും ഇതേപോലെ നിയമങ്ങളൊക്കെ ആക്കിയെങ്കിലും അതും അത്ര സക്സസ് ആയിട്ടില്ല. അവിടെ സ്റ്റിൽ പ്ലാസ്റ്റിക് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. നമുക്കറിയാം, നമുക്ക് കഴിഞ്ഞ 2 വർഷം മുന്നേ അല്ല 1 വർഷം മുന്നേ കേരളത്തിലും ഇത്ര മൈക്രോണിൽ താഴെയുള്ള പ്ലാസ്റ്റിക്സ് ഒക്കെ പിന്നെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ നിയമമൊക്കെ കൊണ്ടുവന്നു. കുറച്ച് നാളത്തേന് കടകളിലൊക്കെ ഈ ഇതിന്റെ ആൾക്കാരൊക്കെ കയറി അന്വേഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കടകളിലൊന്നും പ്ലാസ്റ്റിക് ആയിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മളെ ഏത് കട ചെന്നാലും ഇഷ്ടം പോലെ ഏത് തരത്തിലുള്ള പ്ലാസ്റ്റിക് വേണേലും കിട്ടും അല്ലെ. ഇഷ്ടം പോലെ പ്ലാസ്റ്റിക് കിട്ടുന്നുണ്ട്. അപ്പൊ ഇതേപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഇന്ത്യയുടെ മറ്റു പല ഭാഗങ്ങളിലും ബാൻ ചെയ്തുവെങ്കിലും അത് സ്ട്രിക്റ്റ് ലോ ആക്കിയിട്ടില്ല. സ്ട്രിക്റ്റ് ലോ ആക്കാതിരുന്നതുകൊണ്ട് എന്താ ആതിരക്കുട്ടി അവിടെ ഭയങ്കര പുകയൊക്കെ വരുന്നുണ്ടല്ലോ. അത് കത്തിച്ചേണ്ടിയാണ്. അതെയോ, നമുക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ടെന്ന് തോന്നുന്നു ഇരിപ്പൊക്കെ കണ്ടിട്ട്. പുകേനെ ഓടിച്ചു വിടുന്നൊക്കെ ഉണ്ട്, അതുകൊണ്ട് ചോദിച്ചാ. Okay, we therefore see that reuse and recycle reduces the amount of waste that is thrown into the country disturbance, therefore making the environment cleaner and air fresher to breathe. So ipo nammal parnja pole in every place it is not successful, though they have banned the plastic, but it is not successfully implemented. So reuse and recycling of plastic have been reduced the waste that we throw outside. എന്ന് പറഞ്ഞാൽ റീയൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യുന്ന രണ്ട് മെത്തേഡും. റീയൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കൽ ഉപയോഗിച്ചത് വീണ്ടും ഉപയോഗിക്കുന്ന മെത്തേഡ്. റീസൈക്കിൾ എന്ന് പറഞ്ഞാൽ ഫാക്ടറി കൊണ്ടുപോയിട്ട് വീണ്ടും മെൽറ്റ് ചെയ്ത് പുതിയ ഐറ്റം ആക്കുന്നത്. സോ അങ്ങനെ റീസൈക്കിൾ ആൻഡ് റീയൂസ് ഓഫ് പ്ലാസ്റ്റിക് ഹാവ് ബീൻ റെഡ്യൂസ് ദ എമൗണ്ട് ഓഫ് വേസ്റ്റ് ദാറ്റ് വി ത്രോ ഔട്ട്സൈഡ്. നമ്മൾ പുറത്തോട്ട് വലിച്ചെറിയുന്ന വേസ്റ്റിന്റെ അളവ് കുറച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ വേസ്റ്റ് ഇല്ല എന്നല്ല അർത്ഥം, പക്ഷെ ഹാവ് ബീൻ റെഡ്യൂസ്ഡ്, വളരെ കുറച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ കളയുന്ന വേസ്റ്റില് ഞാൻ പറഞ്ഞ പോലെ കുറെ അവര് പൊറുക്കിക്കൊണ്ട് പോയിട്ട് റീസൈക്കിൾ ചെയ്യുന്നു. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ കുറെ പ്ലാസ്റ്റിക് ഐറ്റംസ് നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. ഇപ്പം പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ നമ്മൾ വാങ്ങുന്ന ഐറ്റംസ് പിന്നീട് നമ്മൾ മറ്റ് വീട്ടിലുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ. അപ്പം ആ രീതിയിൽ നമുക്ക് കുറെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പിന്നെ കുറെ വേസ്റ്റ് മെറ്റീരിയൽസ് നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആർട്ട് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാക്കാൻ അറിയാവുന്നവര് അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. A large portion of garbage can be recycled or converted to compost, and only a small portion of it is really waste that has no use and has to be discarded. അപ്പം ഈ പറയുന്ന പ്ലാസ്റ്റിക്കിന്റെ ഒരു നല്ലൊരു ഭാഗവും നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, അല്ല റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ ചെറിയ ഭാഗം നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തതുണ്ട്. അത് പിന്നെ ഉപയോഗിക്കാതെ കളയുക മാത്രമേ ഉള്ളൂ. Advantage of recycling. What is the use of recycling? Recycling കൊണ്ടുള്ള യൂസ് എന്തൊക്കെയാണ്? Recycling of waste has some significant advantages. It leads to reduced consumption of raw materials. So first the point is leads to reduced consumption of raw materials. അതായത് ഇപ്പൊ ഓൾറെഡി ഒരു പ്ലാസ്റ്റിക് ഉണ്ട്, ആ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കഴിഞ്ഞു. ഇനി നമ്മൾ അത് റീസൈക്കിൾ ചെയ്യുമ്പോൾ പുതിയ റോ മെറ്റീരിയൽസ്, അതായത് നമുക്ക് പുതിയ ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസിന്റെ ഉപയോഗം കുറച്ചു. നമുക്ക് ഓൾറെഡി റോ മെറ്റീരിയൽ ആയിട്ട് ഈ പ്ലാസ്റ്റിക്, പഴയ പ്ലാസ്റ്റിക് ഉണ്ട്, ഇനി അതൊന്ന് മേക്കപ്പ് ചെയ്തെടുത്താൽ മതി അല്ലെ. അതായത് ഞാനൊരു എക്സാമ്പിൾ പറയാം. അപ്പൊ നമ്മൾക്ക് ഒരു ഡ്രസ് ഉണ്ട്, നിങ്ങളുടെ ഒരു ബനിയൻ, നല്ലൊരു ബനിയന് കുറെ നാൾ ഉപയോഗിച്ചു ശേഷം നിങ്ങൾ വളർന്നു വലുതായി. സോ ബനിയൻ ഹാസ് നോട്ട് yet grown, only you have grown, so it is not fit for you now. Then what you will do? That baniyan has to be thrown, isn't it? ആ ബനിയൻ പിന്നെ കളയുകയെ നിവൃത്തിയുള്ളൂ. നിങ്ങൾ വലുതായിപ്പോയി, ഇപ്പം ഫിറ്റ് ആകുന്നില്ല. അപ്പൊ എന്ത് ചെയ്യുന്നു? അത് കട്ട് ചെയ്ത്
നമുക്ക് വേറെ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടാക്കാം. നമ്മളുടെ വീട്ടിൽ ഡസ്റ്റ് തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുന്നത് ചവിട്ടിയായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് വീട്ടിലെ വേറെ എന്തെങ്കിലുമൊക്കെ കവർ ചെയ്തിടുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാം അല്ലെ. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. അല്ല ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ സാധനം എല്ലാം പുറത്തുനിന്ന് വാങ്ങേണ്ടി വന്നേനെ. ഒരു ചവിട്ടി പുതിയത് വാങ്ങേണ്ടി വന്നേനെ, അല്ലെങ്കിൽ മേശ തുടയ്ക്കാൻ വേണ്ടി നമ്മുടെ ഡസ്റ്റ് എല്ലാം തുടയ്ക്കാൻ വേണ്ടി വേറൊരു സാധനം വാങ്ങേണ്ടി വന്നേനെ. അതിന് പകരം ഇത് ഉപയോഗിക്കാൻ പറ്റി. സോ ഈ ബനിയന്റെ മെറ്റീരിയൽ ഇപ്പം പുതിയതൊരെണ്ണം ഉണ്ടാക്കേണ്ടി വന്നില്ലല്ലോ, യൂസ്ഫുൾ ആയി അല്ലെ. ഇനി റീസൈക്കിൾ ചെയ്യുന്നത് അത് റീയൂസിന്റെ ആണ്. റീസൈക്കിൾ ചെയ്യുന്നത് പോലെ പ്ലാസ്റ്റിക് ഒക്കെ ജോയില് കളി തുടങ്ങി ഇല്ലേ. ജോയിലിന് റേഞ്ച് ഇല്ലാത്തതുകൊണ്ടാണോ ഫോണിൽ അങ്ങനെ ആകുന്നത്, തന്നെ ആകുന്നതെന്ന് തോന്നേ. മ്യൂട്ട് അൺമ്യൂട്ട് ആയിക്കൊണ്ടിരിക്കുന്നു. റേഞ്ച് കുറവായതുകൊണ്ട് തന്നെ ആണെന്ന് തോന്നുന്നു. So it leads to reduced consumption of raw materials. What is the meaning of raw material? Raw material എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സാധനം, അതിനാണ് റോ മെറ്റീരിയൽ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ആ വസ്തു ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ റോ മെറ്റീരിയൽസ് എല്ലാം ചേർത്ത് നമ്മൾ മാനുഫാക്ചറിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മാനുഫാക്ചറിങ് മെറ്റീരിയൽ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് എന്ന് പറയും അതിന്. ഓക്കെ, അപ്പൊ റോ മെറ്റീരിയൽ അതിനാവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസിന്റെ അളവ് കുറയുന്നു. മേക്സ് ദ സറൗണ്ടിങ്സ് ക്ലീനർ ആൻഡ് ഹെൽത്തിയർ. സോ നമുക്കറിയാം ഈ പറയുന്ന സാധനങ്ങളെല്ലാം പ്ലാസ്റ്റിക് ഐറ്റംസ്, അയൺ മെറ്റീരിയൽസ്, ഇതെല്ലാം നമ്മുടെ ഭൂമിയിൽ ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ വെറുതെ വേസ്റ്റ് ആയിട്ട് അവിടെ കിടക്കുകയുള്ളൂ അല്ലെ. അങ്ങനെ കടന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത്, അത് പൊല്യൂഷന് കാരണമാകുകയുള്ളൂ. ബട്ട് നമ്മളത് അങ്ങോട്ട് വലിച്ചെറിയാതെ വീണ്ടും റീസൈക്കിൾ ചെയ്ത് പുതിയൊരു മെറ്റീരിയൽ ആക്കുമ്പോൾ സറൗണ്ടിങ് ക്ലീനർ ആകുന്നു, ക്ലീൻ ആൻഡ് ഹെൽത്തിയർ ആകുന്നു. നോ പ്രോബ്ലം, നമുക്ക് അതുകൊണ്ട് പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ ആകുന്നു. Saves on landfill space utilized for garbage disposal. ലാൻഡ്ഫിൽ എന്താണെന്ന് ഓർമ്മയുണ്ടോ? ഡു യു റിമെമ്പർ വാട്ട് ഈസ് ലാൻഡ്ഫിൽ? ഞാൻ നിങ്ങളെ ലാൻഡ്ഫില്ലില് ഒരു ഗാർഡൻ ഒക്കെ ഉണ്ടാക്കിയത് കാണിച്ചു തന്നായിരുന്നു, ഇന്ദ്രപ്രസ്ഥ ഗാർഡൻ അല്ലെ. അതായത് വേസ്റ്റ് എല്ലാം കൊണ്ടുപോയി ഇട്ടിട്ട് അവസാനം അത് നിറഞ്ഞു കഴിയുമ്പോൾ അതൊരു ലോ ലാൻഡിലേക്ക് കൊണ്ടുവരുന്നത്, ഇറക്കത്തിൽ കൊണ്ടുവരുന്ന താഴ്ന്ന പ്രദേശത്തിൽ, അതെല്ലാം അവിടെ എല്ലാം വേസ്റ്റുകളെല്ലാം കൊണ്ട് ഇട്ടിട്ട് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ മണ്ണിട്ടും എത്തിയിട്ട് പിന്നെ അവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബിൽഡിങ്സ് ഒക്കെ ഉണ്ടാക്കും. അപ്പം ഡൗൺ പാർട്ടിലെല്ലാം എന്താണുള്ളത്, വേസ്റ്റ് ആണുള്ളത്. മേളിലെല്ലാം നല്ല മണ്ണിട്ടിട്ട് നികത്തി നല്ലൊരു സ്ഥലം. ഞാൻ അന്ന് ഇന്ദ്രപ്രസ്ഥ ഗാർഡൻ നിങ്ങളെ കാണിച്ചു തന്ന പാർക്ക് അല്ലെ. ഓക്കെ, so saves the landfill space utilized for garbage disposal. So അവിടെ നമുക്ക് അവിടെ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്ന സ്ഥലം നമുക്ക് ലാഭിക്കാൻ പറ്റും. കാരണം നമ്മളിപ്പോ അങ്ങോട്ട് അധികം വേസ്റ്റ് ഇടുന്നില്ല, ഇത് നമ്മൾ റീസൈക്കിൾ ചെയ്തെടുത്തു, അല്ലെങ്കിൽ ഈ വേസ്റ്റും കൂടെ അങ്ങോട്ട് പോകേണ്ടതായിരുന്നു അല്ലെ. സോ ഇറ്റ് വിൽ saves the landfill space that is used for garbage disposal. Reduce the amount of energy required to manufacture new products. Okay, anyway we know that if you want to make a new product, it will need more energy. But if you have this material and if you are recycled and used, it will be helpful for us to save the energy required to produce a new item. എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഓൾറെഡി ഒരു വസ്തു ഉണ്ട്, അതിനെ ഇനി റീസൈക്കിൾ ചെയ്ത് ഒരു പുതിയ വസ്തു ആക്കുവാണ്. അപ്പം നമ്മള് ഒരു പ്ലാസ്റ്റിക് കൊണ്ട് ഇപ്പൊ നമ്മളൊരു ടിന്നാക്കുകയാണ്, ഡബ്ബ പാത്രം, നമ്മുടെ വീട്ടില് കറി എടുത്തു വെക്കുന്ന ഒരു പാത്രം അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ ഇട്ട് വെക്കുന്ന ടിൻ ഉണ്ടാക്കിയാണ്. പുതിയൊരു മെറ്റീരിയൽ ഉണ്ടാക്കുമ്പോൾ അതിന് റോ മെറ്റീരിയൽസ് ആവശ്യമാണ്, അതിനാവശ്യമായ പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആവശ്യമാണ്. പിന്നെ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് എനർജി ആവശ്യമാണ് അല്ലെ, കറണ്ട് എനർജി അല്ലെങ്കിൽ അതെന്താ വേണ്ടി മെക്കാനിക്കൽ എനർജി ഒക്കെ ആവശ്യമാണ്. സോ ഇവിടെ നമ്മള് ഒരു പഴയ ഒരെണ്ണം പൊട്ടിയ ഒരു സാധനം എടുത്തിട്ട് പുതിയതൊരെണ്ണം ഉണ്ടാക്കുകയാണെങ്കിൽ, റീസൈക്കിൾ ചെയ്ത് പുതിയൊരെണ്ണം ഉണ്ടാക്കിയാൽ റോ മെറ്റീരിയൽ ആവശ്യമില്ല, ഓൾറെഡി ഉണ്ട്, പൊട്ടിയതാന്നേ ഉള്ളൂ. പക്ഷെ അത് നമുക്ക് ശരിയാക്കാം, അത് ഉപയോഗിക്കാം. ഇനി ഓൾറെഡി അതിന് പഴയതുപോലെയുള്ള എനർജി അത്ര ആവശ്യം വരുന്നില്ല, ഓൾറെഡി അത് മെൽറ്റൊക്കെ ചെയ്ത് വന്ന് അല്ലെങ്കിൽ ഒരു ഷേപ്പിലായതാണ് അല്ലെ. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒന്ന്, അല്ലെങ്കിൽ നമ്മൾ ആ പൊട്ടിയ സാധനം നമ്മൾ ഉപയോഗിക്കുന്നില്ല, നമ്മൾ വേസ്റ്റ് ആയിട്ട് പറമ്പിലേക്ക് വലിച്ചെറിയുന്നു, കുറെ നാൾ അവിടെ കിടക്കുന്നു, കുറെ നാളല്ല ലൈഫ് ലോങ് അത് അവിടെ കിടക്കുന്നു. അടുത്ത ജനറേഷൻ വന്നാലും അത് മണ്ണിൽ നിന്ന് പോകത്തില്ല, മണ്ണിൽ അങ്ങനെ തന്നെ കിടക്കുന്നു. പക്ഷെ
ഇപ്പോൾ നമ്മൾ അത് റീയൂസ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? It is helpful. നമുക്ക് പ്രകൃതിയിലേക്ക് ഒരു വേസ്റ്റ് വന്നിട്ടില്ല അല്ലെ? Okay. Like this way, different uses are there. Reduce the amount of energy required to manufacture new products. And next one, reduces environmental impacts arising from waste treatment and disposal. So, waste ഡിസ്പോസലുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരമാകും. കാരണം വേസ്റ്റ് ഇല്ല, ആ വേസ്റ്റ് നമ്മളിപ്പോ റീസൈക്കിൾ ചെയ്തെടുത്തു. അതുകൊണ്ട് ഈ വേസ്റ്റ് ഡിസ്പോസൽ ചെയ്യുന്ന പ്രോബ്ലവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതെല്ലാം സോൾവ് ആയി. And saves money. And it will help to save the money. How it will help to save the money? എങ്ങനെയാ മണി സേവ് ചെയ്യുന്നത്? കാരണം നമുക്ക് പുതിയ റോ മെറ്റീരിയൽ ഒന്നും ആവശ്യമില്ല, ഓൾറെഡി ഈ മെറ്റീരിയൽ ഇവിടെ ഉണ്ട് അല്ലെ? ആ രീതിയിൽ നമുക്ക് റോ മെറ്റീരിയൽ ഒക്കെ ഇവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് it will help to save the money. So what are the advantages of recycling? First one is read please Adira, first one read. Leads to reduced consumption of raw materials. That advantages of recycling. Read please. Leads to reduce consumption of raw material. Okay. Second one please Joel read. Joel പുസ്തകമൊന്നും ഇല്ലേ? Joel, didn't hear what I said? പോയാ? ഇല്ല. മോനെ കേട്ടാ മിസ് പറഞ്ഞത്? Then read page 201. അവൻ പറയുന്നത് ഇവിടെ കേൾക്കുന്നില്ല. അവൻ മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. അൺമ്യൂട്ട് ചെയ്താലും കേൾക്കുന്നില്ലായിരുന്നു. ഇല്ലേ? ജോയിലെ വല്ലതും പറഞ്ഞേ, കേൾക്കുന്നുണ്ടോ നോക്കട്ടെ. ഓക്കെ നീ പറയുന്നൊന്നും കേൾക്കുന്നില്ല മുത്തേ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓക്കെ. മോൻ ഇങ്ങോട്ട് പറയുന്നത് കേൾക്കുന്നില്ല കേട്ടോ. Just please read the second one. Makes the surroundings cleaner and healthier. Okay, very good. Shanif, can you hear? Shanif? No. Joanna, can you hear? Please read the third one. Saves on landfill space utilized for the garbage disposal. Yes, very good. Next. Sri Vishnu, please read the fourth one. Not there, I think. Afros, can you hear? Yes. Please read the fourth one. Reduce the amount of energy required to manufacture new products. Okay, good. Next. Heaven, please, can you read? Heaven is there? Is there Heaven? No. Okay, please just read. Reduces environmental impacts arising from waste treatment and disposal. Yes. Next. Adira, please read. Last one. Saves money. Saves money. So these are the advantages of recycling. Recycling മൂലമുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ്? റോ മെറ്റീരിയൽസിന്റെ യൂസ് കുറയുന്നു, പിന്നെ നമ്മുടെ സറൗണ്ടിങ്സ് ക്ലീനർ ആൻഡ് ഹെൽത്തി ആക്കുന്നു. നെക്സ്റ്റ് പോയിന്റ് ഈസ് the space utilized by the landfill to dispose the waste will be reduced. Means അവിടെ കൊണ്ടിടുന്ന വേസ്റ്റിന്റെ ലാൻഡ്ഫില്ലിന് വേണ്ടിയിട്ടുള്ള സ്പേസ് കുറയും, അവിടെ കൊണ്ടിടുന്ന വേസ്റ്റിന്റെ അളവ് കുറയും. അങ്ങനെ നെക്സ്റ്റ് വൺ ഈസ് എനർജി റെഡ്യൂസ് ചെയ്യും. നമ്മൾ പുതിയ മെറ്റീരിയൽ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അത്രയും എനർജി രണ്ടാമത് നമ്മൾ റീസൈക്കിൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നില്ല. നെക്സ്റ്റ് environmental impacts arising from waste treatment and ഡിസ്പോസൽ എന്നുള്ളതിലേക്ക് നമുക്ക് ഉണ്ടാവുന്ന പ്രോബ്ലംസ് എല്ലാം കുറഞ്ഞുകൊണ്ട്, അതായത് വേസ്റ്റ് അധികം വരുന്നില്ല. ഇപ്പം നമ്മൾ റീസൈക്കിൾ ചെയ്യുകയാണ്, അതുകൊണ്ട് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രോബ്ലംസ് ഒക്കെ കുറയും. നെക്സ്റ്റ് വൺ ഈസ് ഇറ്റ് വിൽ സേവ് ദ മണി. ഓക്കെ,
Next, what you can do to reduce waste. നമ്മുടെ വേസ്റ്റുകൾ reduce ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുന്നത്. It is the duty of each one of us to contribute to the effort of reducing garbage. Here are a few things that we can do easily. നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും. പ്ലാസ്റ്റിക് കംപ്ലീറ്റ്ലി we cannot avoid. It will cause for many problems. Okay, so we have to reduce the use of plastic. So how we can reduce this waste? നമുക്കിപ്പോൾ ഈ പ്ലാസ്റ്റിക് പോലെയുള്ള എല്ലാ നോൺ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള വേസ്റ്റിന്റെ യൂസ് എത്ര കുറയ്ക്കാൻ പറ്റും? വേസ്റ്റ് നമ്മൾ പുറത്തോട്ട് തള്ളാതിട്ട്. ഫസ്റ്റ് വൺ ഈസ് ക്യാരി യുവർ ഓൺ ക്ലോത്ത് ഓർ ജൂട്ട് ബാഗ് വെൻ യു ഗോ ഫോർ ഷോപ്പിംഗ്. So when you go to the shop, maybe in small shop or big shop, wherever you go, you have to carry your own cloth or jute bag. നമ്മളുടെ വീട്ടില് തയ്ച്ചുണ്ടാക്കുന്ന തുണി കൊണ്ട് തയ്ച്ചുണ്ടാക്കുന്ന സഞ്ചി അല്ലെങ്കിൽ സാധാരണ ജൂട്ട് ബാഗ്, അങ്ങനത്തെ ബാഗുകൾ നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുക ഷോപ്പിൽ പോകുമ്പോൾ. എന്തിനാണ് അങ്ങനെ കൊണ്ടുപോകുന്നത്? Because each time when we go to shop, you will get one plastic cover from there, isn't it? So to avoid those plastic covers from the shop, instead if we are carrying a plastic to the shop, if we are carrying a bag to the shop, that should not be plastic covers. Instead, if we are carrying a cloth bag or a jute bag, we can purchase so many things. If it is big one, we can purchase so many things. We can cover it by paper and then we can put it in the bag that we have taken. So the number of covers to your house will be none. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഷോപ്പിൽ പോകുമ്പോൾ ചെറിയ കട, നമ്മുടെ വീടിനടുത്തുള്ള ചെറിയ കടയിലായിക്കോട്ടെ, നമ്മൾ ടൗണിലൊക്കെ പോയി വലിയ കടയിൽ നിന്ന് സാധനം വാങ്ങുമ്പോഴാട്ടെ, ഒരു ഷോപ്പർ, നമ്മുടെ വീട്ടിലുള്ള ഒരു തുണി കൊണ്ട് തയ്ച്ച ഷോപ്പർ അല്ലെങ്കിൽ ഷോപ്പറിൽ സഞ്ചി അല്ലെങ്കിൽ ജൂട്ട് കൊണ്ടുണ്ടാക്കിയ സഞ്ചിയായിട്ട് നമ്മൾ പോവുക. അപ്പൊ കടയിൽ നിന്നും കുറച്ച് മല്ലി വാങ്ങിച്ചു, കുറച്ച് ഉള്ളി വാങ്ങിച്ചു, കുറച്ച് ഉരുളക്കിഴങ്ങ് വാങ്ങിച്ചു. ഇതെല്ലാം നമുക്ക് ഓരോ കെട്ട് പേപ്പറിൽ പൊതിഞ്ഞു തരും. ഇനി ഈ ഉള്ളി, ഉരുളക്കിഴങ്ങ് ഇങ്ങനെയുള്ള വലിയ വലിയ സാധനങ്ങളൊക്കെ നമുക്ക് മിക്സ് ചെയ്ത് കൊണ്ടുവന്നാലും ഒന്നും സംഭവിക്കില്ല. വീട്ടിൽ വന്ന് പെറുക്കി മാറ്റി വെച്ച് സെപ്പറേറ്റ് ആക്കാൻ പറ്റുന്നതാണ് അല്ലെ? ഉള്ളിയും ഉരുളക്കിഴങ്ങും വെളുത്തുള്ളിയോ എല്ലാം തക്കാളിയൊക്കെ മിക്സ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെറുക്കി എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അരി ആണെന്ന രീതിയിൽ അരിയും പഞ്ചസാരയൊക്കെ ആണെങ്കിൽ അത് എളുപ്പമാണോ? അല്ല, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്. അപ്പൊ അങ്ങനെയുള്ളത് നമ്മൾ വേറെ പേപ്പറിൽ പൊതിഞ്ഞു കെട്ടി ഈ പറയുന്ന വലിയ സാധനങ്ങളൊക്കെ ഒന്നിച്ചിട്ടാലും കുഴപ്പമില്ല, എല്ലാം കൂടെ നമ്മൾ കൊണ്ടുപോയ ബാഗില് നമ്മള് തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നാൽ കടയിൽ നിന്നും ഒറ്റ പ്ലാസ്റ്റിക് ഐറ്റവും നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ടില്ല. സോ നമ്മുടെ വീട്ടിലുള്ള പ്ലാസ്റ്റിക് ഐറ്റത്തിന്റെ എണ്ണം കൂടിയിട്ടില്ല. പ്ലാസ്റ്റിക് കവറുകൾ എത്ര ഉണ്ടായിരുന്നോ ഓൾറെഡി ഉണ്ട്, നേരത്തെ വാങ്ങിച്ചത് അത്ര എണ്ണമായിട്ട് തന്നെ നിലനിൽക്കും. അതിന് പകരം നമ്മള് ഷോപ്പിൽ പോയിട്ട് ഇതൊന്നും ഇല്ലാതെ നമ്മൾ ഷോപ്പിൽ പോയാൽ എന്ത് സംഭവിക്കും? പഞ്ചസാര ഒരു കവറിനകത്ത് പൊതിഞ്ഞു തരും, പിന്നെ അരി വേറൊരു കവറിനകത്ത് പൊതിഞ്ഞു തരും, വെളുത്തുള്ളി വേറൊരു കവറിൽ പൊതിഞ്ഞു തരും. എല്ലാം കൂടെ ഇട്ടിട്ട് ഒരു 7-8 പ്ലാസ്റ്റിക് വീട്ടിലേക്ക് എത്തും. ഓൾറെഡി ഒരു 10-20-30 എണ്ണം ഉണ്ട്, കൂടുതൽ ഒരു 5-6 എണ്ണം കൂടെ വരും. നെക്സ്റ്റ് ഡേ വെൻ യു ഗോ ടു ഷോപ്പ് അഗെയിൻ ലൈക്ക് ദിസ് വേ ഇറ്റ് വിൽ കം. സോ to avoid this, we have to take a cloth bag or jute bag to the shop to bring the things that we purchase from the shop. Okay, മനസ്സിലായില്ലേ അതെന്താണെന്ന്? Carry your own cloth or jute bag when you go for shopping. Reduce the use of paper bags also. So say no to or refuse all plastic bags as far as possible. സോ നമ്മള് ഈ പറയുന്ന പേപ്പർ ബാഗ് ആണെങ്കിൽ തന്നെയും നമ്മൾ ഒരു പരിധി കൂടുതൽ നമുക്ക് വേണ്ട, അതിന്റെ എണ്ണം പോലും നമ്മൾ കുറയ്ക്കുക. മാക്സിമം വി ഹാവ് ടു റെഡ്യൂസ് ദ യൂസ് ഓഫ് പേപ്പർ ബാഗ്സ് ഓൾസോ. പക്ഷെ നമ്മൾ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് വി ഹാവ് ടു സേ നോ ടു ദ പ്ലാസ്റ്റിക് ബാഗ്സ്. നമ്മൾ ഷോപ്പിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് കവറിനോട് നോ തന്നെ പറയണം. ഇപ്പൊ ഒക്കെ നമ്മുടെ വീടുകളിൽ സാധാരണ നമുക്കറിയാം, നമ്മുടെ വീടിന്റെ അങ്ങോട്ടൊക്കെ മീൻകാരൻ വരാറുണ്ട് അല്ലെ? എന്തുവാ ആതിരക്ക് എന്തോ പ്രശ്നമുണ്ടല്ലോ? എന്തോ നെറ്റ് പോയിക്കൊണ്ടിരിക്കുന്ന. ഓക്കെ, അപ്പൊ നമ്മൾ സാധാരണ
മീനൊക്കെ വാങ്ങാൻ പോകുമ്പോൾ മീൻകാരൻ എപ്പോഴും നമുക്ക് പ്ലാസ്റ്റിക് കൂട്ടിനകത്താണ് ഇട്ട് തരുന്നത്. കാരണം അതിന്റെ വെള്ളമൊന്നും നമ്മുടെ ഡ്രസ്സിലൊന്നും പറ്റാതിരിക്കാൻ, സ്മെല്ലൊന്നും നമുക്ക് ഇഷ്ടമല്ല ഡ്രസ്സിലൊക്കെ പറ്റിയിട്ട് അല്ലേ. പക്ഷെ നമ്മൾ പറയണം, എനിക്ക് പ്ലാസ്റ്റിക് കൂട്ടിനകത്ത് വേണ്ട, ഒന്നെങ്കിൽ ഒരു പേപ്പറിൽ പൊതിഞ്ഞ് അല്ലെങ്കിൽ ഒരു ഇലയില്, അവിടെ നിന്ന് എന്തായാലും വലിയ ഇലയുണ്ട്, തേക്കിന്റെ ഇലയൊക്കെ ഉണ്ടെങ്കിൽ ആ ഇലയിൽ പൊതിഞ്ഞ് തന്നാൽ മതി. ഞാൻ വീടടുത്താണ്, കുറച്ച് ദൂരം പോയാൽ മതി, 5 മിനിറ്റ് നടന്നാൽ മതി. ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ അത് പാത്രത്തിൽ ഇട്ടോളാം. ഈ ഇല ദൂരോട്ട് കളഞ്ഞാ പോരെ. അതൊരു ബയോ ഡീഗ്രേഡബിൾ ആണ്. ഒരു 2-3 ദിവസം കഴിയുമ്പോൾ ഇല നോക്കിയാൽ ഇല അവിടെ കാണില്ല, അത് മണ്ണിലേക്ക് അലിഞ്ഞു ചേർന്നു. പക്ഷെ ഈ പ്ലാസ്റ്റിക് കൂടിനകത്തിട്ട് കൊണ്ടുവന്നാൽ പ്ലാസ്റ്റിക് കൂട് നമുക്കൊരു യൂസും ഇല്ല. കഴുകി സൂക്ഷിച്ചു വെക്കണം, ഹരിതകർമ്മസേന വരുന്ന സമയത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇപ്പൊ പലരും കഴുകാൻ പഠിച്ചിട്ട് ചുമ്മാ എന്ത് ചെയ്യും, ഒന്നെങ്കിൽ കത്തിക്കും അല്ലെങ്കിൽ പറമ്പിലേക്ക് ഇടും അല്ലെ. സോ ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്കൊരു പാത്രം കൊണ്ടുപോയെന്നാൽ ആ പാത്രത്തിൽ ഇട്ട് മീൻ വാങ്ങിക്കൊണ്ട് വരാൻ പറ്റും. അപ്പം ഇപ്പൊ പലരും അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഒത്തിരി അമ്മമാര് ഒന്നെങ്കിൽ ഇലയിൽ വാങ്ങിച്ചോണ്ട് വരും, അല്ലെങ്കിൽ പേപ്പറിൽ പൊതിഞ്ഞോണ്ട് വരും, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പാത്രം കൊണ്ടുപോകും. എന്തെങ്കിലും പാത്രം എടുത്തിട്ട് പോകും, പ്ലേറ്റോ അങ്ങനത്തെ എന്തെങ്കിലും പാത്രം എടുത്തിട്ട് പോയിട്ട് മീൻ അതിനകത്ത് വാങ്ങിച്ചോണ്ട് വരും. സോ അയാളുടെ കയ്യിലുള്ള എന്തോ മണ്ണിന്റെ ചട്ടിയില്, ചട്ടിയിലോ എന്തെങ്കിലും പാത്രത്തില്, ആ പാത്രം പിന്നെ കളയേണ്ട ആവശ്യം വരുന്നില്ലോ, കഴുകിയെടുത്താൽ മതിയല്ലോ അല്ലെ. Okay, so reduce the use of paper bags also. Say no to or refuse. Refuse എന്ന് പറഞ്ഞാൽ എന്താർത്ഥം, reject all plastic bags as far as possible. Reuse them whenever it is possible to do so without any adverse effects. So നമ്മൾ എന്ത് ചെയ്യണം, ഇനി അഥവാ നമ്മള് പ്ലാസ്റ്റിക് കവറിനകത്താണ് നമ്മളിത് വാങ്ങിച്ചെങ്കിൽ കഴുകി വെക്കുക, അടുത്ത തവണ പോകുമ്പോൾ ഈ കവർ തന്നെ എടുത്തിട്ട് പോകുക. പുതിയൊരെണ്ണം നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ഇടവരുത്താതെ വീട്ടിൽ ഓൾറെഡി ഉള്ള സാധനങ്ങൾ ആയിട്ട് നമ്മൾ പോവുക. ഇപ്പൊ എന്തെങ്കിലും വാങ്ങാനാണെങ്കിലും പ്ലാസ്റ്റിക് തന്നെ വേണമെങ്കിൽ നമ്മളൊരു കാര്യം എന്ത് ചെയ്യണം, ആ വീട്ടിൽ കഴുകി വെച്ച പ്ലാസ്റ്റിക് തന്നെ എടുക്കുക, അല്ലാതെ ഇനി പുതിയതൊരെണ്ണം അങ്ങോട്ട് വരുത്താൻ ഇടയാക്കല്ല. ഓക്കെ, നെക്സ്റ്റ്, reuse the plastic bottles of soft drinks for storing water. When we go to shops, we may purchase Sprite, Pepsi, like that and all, isn't it? അതായത് ബോട്ടിൽ ഡ്രിങ്കിങ്സ് നമ്മൾ വാങ്ങാറുണ്ട്, പലതരത്തിലുള്ള പല മോഡലുള്ളതൊക്കെ നമ്മൾ വാങ്ങാറുണ്ട്, കുപ്പിയിലുള്ള ഡ്രിങ്കിങ്സ്. എന്നിട്ടോ എന്ത് സംഭവിക്കും, അത് കുടിച്ചു തീർന്നു കഴിയുമ്പോൾ നമ്മൾ ഈ കുപ്പി എന്ത് ചെയ്യും, just we will throw, isn't it? Just we will throw here. നമ്മൾ ഐസ് വാങ്ങി തിന്നിട്ട് കവർ കളയുന്ന പോലെ തന്നെ കുപ്പിയിലെ വെള്ളം തീർന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ സ്പ്രൈറ്റ് തീർന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ 7up തീർന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കുപ്പിയും വലിച്ചെറിഞ്ഞിട്ട് എന്തോ ഫ്രിഡ്ജിൽ ചിലപ്പോൾ വെള്ളം കുടിച്ചു. ഓക്കെ, സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ അങ്ങനെ വലിച്ചെറിയാതെ, അവിടെ എവിടെയും വലിച്ചെറിയാതെ എന്ത് ചെയ്യുക, we can keep it to keep storing drinks. അതുപോലെ ഫ്രിഡ്ജിലൊക്കെ തണുത്ത വെള്ളം വെക്കാൻ വേണ്ടിട്ട് നമുക്ക് ഉപയോഗിക്കാം. എന്റെ വീടിനടുത്തുള്ള ഒരാളുണ്ട്, അവര് നമ്മുടെ ഈ പാത്രമൊക്കെ കഴുകുന്ന ലിക്വിഡ് സോപ്പ് ഇല്ലേ, ലോഷന്, പാത്രം നമ്മൾ സോപ്പിട്ട് കഴുകുന്ന സോപ്പ് ഉപയോഗിക്കുന്ന വരെ ലിക്വിഡ് സോപ്പ്, അതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ അവിടെയൊക്കെ കാണുന്ന കുപ്പികൾ, ഇങ്ങനെ വലിച്ചെറിഞ്ഞിരിക്കുന്ന കുപ്പികളെല്ലാം എടുത്തോണ്ട് വരും, വേസ്റ്റ് കുപ്പികള്. ചില ഷോപ്പിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന ബേക്കറി പോലെയുള്ള ഷോപ്പിൽ അല്ലെങ്കിൽ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ വിൽക്കുന്ന ഷോപ്പില് അവര് കൊണ്ടുപോയിട്ട് ഒരു കവർ വെച്ചിട്ടുണ്ട്, വലിയ കവർ. അപ്പൊ ഇവിടെ വരുന്ന ഈ വേസ്റ്റ് വരുന്ന ബോട്ടിൽസ് എല്ലാം ആ കവറിലിടും. സോ വൺസ് ഇൻ എ വീക്ക്, വൺസ് ഇൻ മന്ത് ഒക്കെ ഇവര് പോയിട്ട് ആ ബോട്ടില് മൊത്തം എടുത്തിട്ട് വരും കവറോടെ. എന്തിനാണ്, ഈ പറയുന്ന ലോഷനൊക്കെ ഉണ്ടാക്കി വിൽക്കുന്ന ആളാണ് അതിന്. അപ്പൊ ആ കുപ്പിക്കകത്ത് കൊടുക്കാൻ പറ്റും. ഇപ്പൊ ടൗണിലെ വേസ്റ്റ്, അവരുടെ കടയിലെ വേസ്റ്റ് അവിടുന്ന് അവർക്ക് റിമൂവ് ചെയ്യുകയും ഇവർക്ക് ഇത് യൂസ്ഫുൾ ആകുകയും ചെയ്യും. ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, റീയൂസ് ദ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഓഫ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഫോർ സ്റ്റോറിംഗ് വാട്ടർ. നെക്സ്റ്റ്, segregate the waste in the house, keep 2 garbage bins and ensure that the biodegradable and non-biodegradable waste are put into separate bins and disposed of separately. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ വീടുകളിൽ 2 ഡസ്റ്റ്ബിൻസ് വെക്കണം. ഒന്നില് ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ളതും ഒന്നില് നോൺ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ളതും വെക്കണം. അപ്പം ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള എന്ന് വെച്ചാൽ നമ്മുടെ ഫുഡ് ഐറ്റംസ്, അങ്ങനെയുള്ള പച്ചക്കറിയുടെ വേസ്റ്റ്, അങ്ങനെയുള്ള വേസ്റ്റുകളൊക്കെ അത് നമുക്ക് കൊണ്ടുപോയിട്ട് നമ്മുടെ തെങ്ങിന്റെയോ റബ്ബറിന്റെയോ ഒക്കെ ചോട്ടിൽ, വാഴയുടെ ഒക്കെ ചോട്ടിൽ ഇട്ട് കഴിഞ്ഞാൽ മണ്ണിലേക്ക് അലിഞ്ഞു ചേർന്ന് നല്ല വളമായി തീരും.
അതിന്റെ കൂട്ടത്തിൽ നമ്മള് നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് ഷുഡ് നോട്ട് പുട്ട്. That should be put in another dustbin. അതായത് പ്ലാസ്റ്റിക്, നമ്മുടെ വീടുകളിൽ വരുന്ന മറ്റു മണ്ണിലേക്ക് അലിഞ്ഞു ചേരില്ലാത്ത മറ്റ് ഐറ്റംസ് എല്ലാം, മറ്റ് വേസ്റ്റുകളൊക്കെ, പ്ലാസ്റ്റിക് കവറ്, പ്ലാസ്റ്റിക് കൂട്, പിന്നെന്താ പറയണ്ട പൊട്ടിയ കഷ്ണങ്ങളൊക്കെ, അല്ലെങ്കിൽ മെറ്റീരിയൽസ് എന്തും ആയിക്കോട്ടെ, മണ്ണിലേക്ക് അലിഞ്ഞു ചേരില്ലാത്ത എല്ലാ മെറ്റീരിയൽസും നമ്മൾ വേറൊരു ഡസ്റ്റ്ബിനിലേക്ക് ഇടണം. The biodegradable and non-biodegradable waste are put into separate bins and disposed of separately. സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഡിസ്പോസ് ചെയ്യണം. ഇപ്പൊ നമ്മള് തെങ്ങിന്റെ ചോട്ടി കൊണ്ടുപോയി പ്ലാസ്റ്റിക് എല്ലാം കൂടെ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് ഇടുന്നത് പോലെ തന്നെ ഇതും കൂടി ഇട്ട് കഴിഞ്ഞാല് തെങ്ങിന് ദോഷമാണ് അല്ലെ? സോ വി ഷുഡ് നോട്ട് ഡു ദാറ്റ്. Study a compost pit in your garden and put all the biodegradable waste into it. ഒരു വേസ്റ്റ് ഇടാൻ വേണ്ടി കുഴി ഉണ്ടാക്കുക. എന്നിട്ട് ആ കുഴിയില് ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള വേസ്റ്റ് എല്ലാം അതിലേക്ക് ഇടുക. അപ്പൊ കുറെ നാൾ കഴിയുമ്പോൾ മണ്ണിലേക്ക് അലിഞ്ഞത് പിന്നെ നമുക്ക് ആ മണ്ണെല്ലാം കൊണ്ട് എടുത്തിട്ട് തെങ്ങിന്റെ ഒക്കെ ചോട്ട് കൊണ്ടിടാൻ പറ്റും. ഇവിടെ ആക്ടിവിറ്റി 5 റിസർച്ച് ബയോഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക്സ്. A lot of research is being conducted all over the world on developing eco-friendly biodegradable plastics. Some partially biodegradable plastic have been developed and used. Completely biodegradable plastic based on starch rather than petroleum have only recently been developed and are in the early stages of commercialization. Find out more about the biodegradable plastic. അതായത് ഇപ്പം പുതിയൊരു തരം പ്ലാസ്റ്റിക് കണ്ടുപിടിച്ചിട്ടുണ്ട്, ബയോഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക്സ്. ആക്ച്വലി പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്നത് പെട്രോളിയം ഉപയോഗിച്ചാണ്, കെമിക്കൽ ഉപയോഗിച്ചാണ്. ബട്ട് ഇപ്പൊ നമ്മൾ സ്റ്റാർച്ച് ഉപയോഗിച്ചുണ്ടാക്കുന്ന പ്ലാസ്റ്റിക് അത് അത്ര പ്രാബല്യത്തിൽ വരുന്നില്ല, പ്രാബല്യത്തിലാകാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. സോ ഇങ്ങനെയുള്ള ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് അത് മണ്ണിലേക്ക് അലിഞ്ഞു ചേർന്നുള്ളൂ. അപ്പൊ അത് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനത്തെ അതാവുമ്പോൾ പിന്നെ നമ്മുടെ ആവശ്യം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ മറ്റു വേസ്റ്റുകളൊക്കെ കളയുന്ന പോലെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ മണ്ണിലേക്ക് അലിഞ്ഞു ചേർന്നുകൊള്ളും. അങ്ങനത്തത്. See it that all garbage is thrown into the municipal bins as the collection from these bins is done regularly for proper disposal. സോ ഇനി ഇതിന് ശേഷം നമ്മൾ ഐസൊക്കെ തിന്നിട്ട് അല്ലെങ്കിൽ വേറെ എന്ത് സാധനം വാങ്ങിച്ചു തിന്നാലും അതിന്റെ വേസ്റ്റുകളെല്ലാം അതിലെ ഇതിലും വലിച്ചെറിയാതിരിക്കുക. പകരം ഇപ്പൊ നമ്മുടെയൊക്കെ വീടുകളിൽ കൂടെ ഈ പഞ്ചായത്തിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് കളക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ കളക്ട് ചെയ്യുന്ന വേസ്റ്റ് എടുക്കാൻ വരുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ സൂക്ഷിച്ചു വെക്കുക. അതർവൈസ് മുനിസിപ്പൽ ബിൻസ് നമുക്ക് വി ആർ നോട്ട് ഗെറ്റിംഗ് മുനിസിപ്പൽ ഫെസിലിറ്റീസ് ബിക്കോസ് വി ആർ ലിവിംഗ് ഇൻ വില്ലേജസ്. സോ വില്ലേജസിലെ പഞ്ചായത്തുകാരാണ് അതിന്റെ വേസ്റ്റിന്റെ ഡിസ്പോസൽ എല്ലാം ചെയ്യുന്നതിനുള്ള ക്രമീകരണങ്ങൾ വരുത്തുന്നത്. സോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രം നമ്മൾ നിക്ഷേപിക്കുക. അതായത് നമ്മുടെ വീടുകളിലുള്ള പ്ലാസ്റ്റിക്സ് എല്ലാം നമ്മൾ സൂക്ഷിച്ചു വെക്കുക, പിന്നെ കഴുകി വൃത്തിയാക്കി ഉണക്കി സൂക്ഷിച്ചു വെക്കുക. അതിന്റെ ആൾക്കാർ റെസ്പെക്റ്റീവ് പീപ്പിൾ വിൽ കം ടു അവർ ഹൗസ് ടു കളക്ട് ഇറ്റ്. Then we can hand over them. Just we have to pay a little bit, I think 30 rupees for them for each disposal. So the garbage is thrown into the municipal bins as the collection from these bins done regularly for proper disposal. So proper disposal വേണ്ടി ശരിയായിട്ടുള്ള ഡിസ്പോസലിന് വേണ്ടിയിട്ട് അവരെ കൃത്യമായിട്ട് വരും. എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ ദിവസവും എങ്ങനെയാന്ന് വെച്ചാൽ അവരെ കൃത്യമായിട്ട് വരും. So we have to throw the waste in municipal bins. When you go out, do not throw paper and other wrappings or even leftover food here and there. So when you go outside means here towns, you should not throw any of our waste. Food inde ആയിക്കോട്ടെ, മറ്റ് പേപ്പർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കവർ. ഇപ്പം നമ്മൾ പോകുന്നു, കടയിൽ ചെന്നു, ഒരു ബിങ്കോ വാങ്ങിച്ചു, ബിങ്കോ തിന്നു, കവർ വീട്ടിൽ കൊണ്ടുപോകത്തില്ല. ആ വഴി ഐസ് തിന്ന പോലെ, ഐസിന്റെ കവർ കളഞ്ഞ പോലെ ആ വഴി കളഞ്ഞിട്ട് പോരുകയുള്ളൂ അല്ലെ? സോ അങ്ങനെ ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം?
we should not throw anything like that way. Instead, we have to put it in the dustbin. ഇനി വഴിയിൽ ഡസ്റ്റ്ബിൻ ഒന്നും വെച്ചിട്ടില്ലെങ്കിൽ അത് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിലുള്ള ഡസ്റ്റ്ബിനകത്ത് തന്നെ ഇടുക. If the city has separate dustbins for biodegradable and non-biodegradable waste, make sure you throw the waste into the proper bin. Okay, I said before, if you go to hospitals and all, they have kept 2 dustbins. One is to put the biodegradable waste and another one is kept to non-biodegradable waste. അതായത് അങ്ങനെ ടൗണുകളിലൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് നമ്മുടെ വേസ്റ്റ് ഏതിലാണോ ഇടേണ്ടത് അതിൽ തന്നെ ഇടുക. ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് ഇടേണ്ട ഡസ്റ്റ്ബിന്നിൽ മാത്രമേ അത് ഇടാവുള്ളൂ, മറ്റതിന്റെ കൂടുതൽ കൊണ്ടിടാൻ പാടില്ല. ഇനി നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് ഒരിക്കലും നമ്മൾ കൊണ്ടുപോയിട്ട് ഈ മണ്ണിലേക്ക് അലിഞ്ഞു ചേരുന്ന വേസ്റ്റ് ഇടാനുള്ള ഡസ്റ്റ്ബിന്നിലേക്ക് കൊണ്ടിടാൻ പാടില്ല. ഷുഡ് ബി സെപ്പറേറ്റഡ്. വി ഷുഡ് ബി അവെയർ. ഒന്ന് നോക്കണം ഇതിനകത്ത് ഏതാണ് ബയോഡിഗ്രേഡബിൾ ഓർ നോൺ ബയോഡിഗ്രേഡബിൾ. അങ്ങനെ രണ്ടിലും സെപ്പറേറ്റ് നോക്കിയിട്ട് അതിനകത്തേക്ക് ഇടുക. As far as possible, try to sell all the recyclable items that are not required to the waste collector. So waste collector ka കളക്ടർക്ക് ആവശ്യമാണ്. നമ്മുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ മണ്ണിൽ എത്ര ഇങ്ങനെ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളുണ്ട് എല്ലാം നമ്മൾ കൊടുത്ത് ഒഴിവാക്കാം, സൂക്ഷിച്ചു വെക്കേണ്ടതില്ല. നമ്മുടെ വീട്ടിൽ നിന്ന് അത് ഒഴിവാക്കാം. അവർ കൊണ്ടുപോയി റീസൈക്കിൾ ചെയ്ത് പുതിയ ഐറ്റംസ് ആയിട്ട് തിരിച്ചു വന്നുകൊള്ളും. സോ ആസ് ഫാർ ആസ് പോസിബിൾ ട്രൈ ടു സെൽ ഓൾ ദ റീസൈക്കിളബിൾ items that are not required to the waste collector. Waste collector അത് വരുമ്പോൾ അവർക്ക് ആവശ്യമുള്ളത് നമുക്ക് അല്ലാത്ത ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ശരിക്കും തന്നെ കൊടുത്ത് ഒഴിവാക്കുക. നമ്മുടെ വീട്ടിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചോണ്ടിരിക്കേണ്ടതില്ല. ഓക്കെ, നെക്സ്റ്റ് റിമെമ്പർ the 4 R's of managing waste. Refuse things that increase garbage, reduce garbage by consuming less and throwing less, reuse wherever possible and recycle. 4 R'കളാണ്, 4 R's. First one is refuse things that increase garbage. Waste increase ചെയ്യുന്ന ഒരുപാട് വർദ്ധിപ്പിക്കുന്ന എല്ലാം നമ്മൾ ഒഴിവാക്കുക. അതായത് പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞു വന്നിരിക്കുന്ന ഐറ്റംസ് എല്ലാം നമ്മൾ ഒഴിവാക്കുക. Reduce garbage by consuming less and throwing less. നമ്മൾ വളരെ കുറച്ച് വേസ്റ്റുകളെ കളയാവുള്ളൂ, മാക്സിമം നമ്മളെല്ലാം റീയൂസ് ചെയ്യുക. നെക്സ്റ്റ് റീയൂസ് wherever possible. wherever possible എന്ന് പറഞ്ഞാൽ റീയൂസ് ചെയ്യാൻ പറ്റുന്നതെല്ലാം നമ്മൾ റീയൂസ് ചെയ്യുക. അല്ലാതെ അത് അന്നേരം കളഞ്ഞിട്ട് പുതിയ ഒരെണ്ണം പോയി വാങ്ങുക എന്നുള്ളതല്ല. ഇൻസ്റ്റഡ് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്നതെല്ലാം റീയൂസ് ചെയ്യുക. ആൻഡ് റീസൈക്കിൾ ഓൾസോ, റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നതെല്ലാം റീസൈക്ലിങ്ങും ചെയ്യുക. Okay, so these are the 4 R's of managing waste. First one is reuse things that increase garbage, reduce garbage by consuming less and throwing less, reuse wherever possible and recycle. So these are the 4 R's of managing waste. Okay, now the time is going to be over. We will continue in the evening class. Okay, for 4 to 4:45, isn't it? Okay.